കേരളം അറിഞ്ഞിരിക്കേണ്ട ഒരു അസാധ്യ കലാകാരനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് ബുദ്ധപ്രതിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഐശ്വര്യത്തോടെ, ഇത്രയും ഷാർപ്പായി, അതിഗംഭീരമായിട്ട് ഇതിനെ കൊത്തിയെടുക്കുന്ന കൈകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പരിചയപ്പെടുത്തി തരാം. പുള്ളി എങ്ങനെയൊന്നും കാണാൻ കിട്ടില്ല കേട്ടോ. ഞാൻ തപ്പിപ്പിടിച്ച് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പ് വരെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, മികച്ച വർക്കിലാണ്. അത് മാത്രമല്ല, ഓരോ കോണിലും കലയുടെ ചെറിയൊരു പാഴ്വസ്തു കിട്ടിയാൽ മതി, അതിലൊക്കെ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ കല കൊണ്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷം. മലയൻകീഴിലാണ് ഈ സ്ഥാപനം ഉള്ളത്. മലയൻകീഴ് നമ്മൾ കുറച്ച് മലയം റൂട്ടിലേക്ക് വരണം. കിഷോർ നാഥ് എന്നാണ് ആളുടെ പേര്. ഗ്രീൻ ഹാർട്ട്സ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. നമസ്കാരം. അല്ലേ, ഇദ്ദേഹത്തിനെ വർഷങ്ങളായിട്ട് അറിയാം. പക്ഷേ ഇദ്ദേഹത്തിനെ നിങ്ങളെയും കൂടി അറിയിക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം ഇദ്ദേഹത്തിൻ്റെ കരവിരുതുണ്ടല്ലോ, ഈ നമ്മൾ ബുദ്ധൻ്റെ കാര്യമാണ് പറഞ്ഞെങ്കിൽ അത് മാത്രമല്ല, ഈ ഉണ്ണിക്കണ്ണനെ നോക്കി. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ഇടങ്ങളിലേക്ക് ഈ പറഞ്ഞ പോലെ ഓർഡർ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഈശോപ്പച്ചനാവട്ടെ, ബുദ്ധായി ആവട്ടെ, നിങ്ങൾക്കൊരു ശില്പം ചെയ്യണമെങ്കിൽ അത് ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചാൽ മതി. ഇനി ശില്പമല്ല, നിങ്ങളുടെ വീട്ടിലൊരു ചുവർ ശില്പം ഉണ്ടാക്കണമെങ്കിലും ഇദ്ദേഹം അതിൽ മിടുക്കനാണ്. റോക്കും പ്ലാന്റും ഈ സ്കൾപ്ചേഴ്സിനോട് ഇൻട്രസ്റ്റ് അതിങ്ങനെ ആഴത്തിൽ പോയി അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും അത്യാവശ്യം ഓർഡർ കിട്ടാറുണ്ട്, വർക്കും കിട്ടാറുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം ചെയ്യുന്ന ശില്പങ്ങളൊന്നും വെറുതെ കുറെ കരിങ്കല്ലുകളോ അതല്ലെങ്കിൽ സിമന്റിന്റെ കൂട്ടായ്മ ഒന്നുമല്ല. അതിനകത്തൊക്കെ ഓരോന്നിനും അർത്ഥമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഹൃദയം അതിലുണ്ട്. ബുദ്ധന്റെ തലയിൽ 108 സ്നെയിൽസ്, പിന്നെ ഇതിന്റെ ഈ ഊർണ എന്നാണ് ഈ പൊട്ടിന്റെ പേര്. ഈ പൊട്ട് മെയിലിനും ഫീമെയിലിനും 2 രീതിയിലുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബുദ്ധന്റെ 8 ലക്കി സിമ്പിൾസ് ആയിട്ടുള്ളതെല്ലാം ഇതിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഓരോ ഒക്കെ എഴുതി. പിന്നെ ഈ ധ്യാനമുദ്രയ്ക്കുള്ള ഓരോ പൊസിഷൻസിനും ഫേസിൽ വ്യത്യാസം വരും. അതെല്ലാം ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് ഡ്രേപ്പറിയും കാര്യങ്ങളും എല്ലാം മാക്സിമം നല്ല രീതിയിൽ. ബാക്കിലും ഒക്കെ മുദ്രകൾ. അതെ, അത് ബുദ്ധന്റെ ലക്കി സിമ്പിൾസ് ആണ്. എക്സാമ്പിൾ ഇതാണെങ്കിൽ എൻലെസ് നോട്ട്, ഇതിവിടെ ട്വിൻ ഫിഷസ്, ധർമ്മചക്ര, പിന്നെ ശംഖ്. ഇതിനെല്ലാത്തിനും ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. പുള്ളിയുടെ ലൈഫിൻ്റെ മെസ്സേജസ് ആണ് ഇതിൽ കൂടി കൊടുക്കുന്നത്. പിന്നെ ഈ കാത് നീണ്ടിരിക്കുന്നതും, പിന്നെ ഇത് ഇങ്ങനെ വരാൻ നേരത്തൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും, അത് ഫയർ ട്രയാങ്കിൾ, അങ്ങനെയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ ചേർത്ത്. ഇത് 3 അടി. ഇത് നിങ്ങൾ ചെയ്തെടുക്കാൻ എത്ര നാളെടുക്കും? ഇത് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിനകം. 1 മാസം നീണ്ട ഭഗീരഥ പ്രയത്നമാണ്. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പിന്നിലൊരു വലിയ ടീമുണ്ട്. ഇദ്ദേഹത്തിന് വേറൊരു ജോലിക്കും പോണ്ട, ഇത് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്ന കുടുംബമുണ്ട്. ഒരു ഫുൾ ഗ്രാമം കൂടെ നമ്മളെ സ്ട്രെങ്ത് അവരാണ്. നമ്മൾ സ്കൾപ്ചർ മേടിക്കുമ്പോൾ എൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രേസ് ആണ്. ഫേസിൻ്റെ ഗ്രേസ് ഇല്ലെങ്കിൽ ഇതൊന്നും ഒരു അർത്ഥമില്ലാതാകും. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ നേരത്ത് കറക്റ്റ് ആംബിയൻസിൽ ഈ ബുദ്ധനെ അല്ലെങ്കിൽ ജീസസിനെ ഏതെങ്കിലും സ്കൾപ്ചറിനെ പ്ലേസ് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, സംസാരിക്കും നമ്മൾ ഓരോമായിട്ട്. ഇത് ഭൂമി സ്പർശ മുദ്രയാണ്. ഇതിൻ്റെ ഫേസും നേരത്തെ കാണിച്ചതിൻ്റെ ഫേസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭൂമി സ്പർശ മുദ്രയിൽ ഹാഫ് ഐസ് ക്ലോസ്ഡ്, ഇളം പുഞ്ചിരി, എൻലൈറ്റ്മെൻറ്റിന് ജസ്റ്റ് മുമ്പുള്ള പൊസിഷനാണ്. അതായത് ഭൂമിദേവിയെ തൊട്ട് സാക്ഷ്യപ്പെടുത്തി എൻലൈറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ ഓരോ മുദ്രകൾക്കും അതിൻ്റേതായ ഇതുണ്ട്. ഇപ്പോൾ കർണമുദ്ര എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മുദ്രയാണ്. ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയെ കില്ല് ചെയ്യാനായിട്ടുള്ളത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. സ്കൾപ്ചേഴ്സിന് പുറമെ ഗാർഡൻ ഫർണിച്ചർ, പിന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്, പ്ലാന്റർ ബോക്സസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിഷ്യലി നമ്മൾ കുറച്ച് വർക്കുകൾ, അപൂർവമായിട്ട് വർക്കുകൾ വരാറുള്ളൂ. വർക്ക് ചെയ്യാൻ നേരത്ത് വെറൈറ്റി അന്വേഷിച്ച് പോയപ്പോൾ ഇമ്പോർട്ടൻറ്റിലേക്ക് പോയി. അപ്പോൾ ഇമ്പോർട്ടൻറ്റിൽ പോയപ്പോൾ അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, റിസ്ക് എല്ലാം കണക്കിലാക്കി നോക്കിയപ്പോൾ കാണാൻ ഹെവിയാണ്. പിന്നെ അത് ഇപ്പോൾ നമ്മളൊരു 10 എടുത്തിട്ട് ഒരെണ്ണം നമുക്ക് കൂടുതൽ വേണമെന്ന് വെച്ച് വരിക, അങ്ങനെയൊക്കെ വരാൻ നേരത്ത് പിന്നെ അത് വലിയ ഇഷ്യൂ ആയി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇനിഷ്യലി പ്ലാന്റർ ബോക്സിലോട്ട് വരികയായി ചെയ്തത്. പ്ലാന്റർ ബോക്സിലോട്ട് വരുമ്പോൾ നമ്മൾ ഇതേ സെയിം സ്കൾപ്ചർ മിക്സ് ആണ്, 1:1 റേഷ്യോയും പിന്നെ അല്ലാതുള്ള അഡസീവ്സും കാര്യങ്ങളും കംപ്ലീറ്റ് എല്ലാം സ്ട്രോങ് ആയിരിക്കും. ഗ്യാരണ്ടിയോട് കൂടി, സാധാരണ ഇമ്പോർട്ടഡിനെ കാട്ടി കൂടുതൽ തിക്നെസ്സോട് കൂടിയും സ്ട്രെങ്തോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെല്ലാത്തിനും പുറമെ ഇമ്പോർട്ടഡ് പ്ലാന്റർ ബോക്സസ്, സിമെൻറ്റ് പ്ലാന്റർ ബോക്സസ് മേടിക്കുന്നതിൻ്റെ ഹാഫ് പ്രൈസിൽ എങ്കിലും എനിക്കിവിടെ സപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുള്ളൊരു മോട്ടോയോട് കൂടിയാണ് ഞാൻ പോകുന്നത്. അതിനെ കാട്ടി കൂടുതൽ സ്ട്രെങ്ത് നമുക്കിവിടെ തന്നെ എല്ലാം ചെയ്യാനുണ്ടല്ലോ. അതൊക്കെ അത് കണക്കാണ്. പിന്നെ ഈ ഗാർഡൻ ഫർണിച്ചർ വന്നത്. ഗാർഡൻ ഫർണിച്ചർ വന്നപ്പോഴും ഇതിൻ്റെ എല്ലാം നമ്മളിത് അങ്ങ് ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല. ഇത് അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ചെറിയ ചെയറാണെങ്കിൽ തന്നെയും ഇതിനെ ഇരിക്കാനായിട്ടൊരു കറക്റ്റ് ആംഗിൾ, കാര്യങ്ങൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 8 പ്രാവശ്യമൊക്കെ ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഫൈനലോട്ട് പോകുന്നത്. സ്ട്രെങ്തനാക്കി അത് സ്ട്രെങ്ത് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇട്ട് ഏകദേശം 1 വർഷം ഇത് നമ്മൾ തന്നെ ഇരുന്ന് ഇത് പക്ക വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ വെളിയിൽ മാർക്കറ്റിൽ കൊടുക്കത്തുള്ളൂ. ഇറങ്ങിയാൽ ഇറങ്ങിയ പ്രോഡക്റ്റ് ആയിരിക്കും. അതിന് സ്ട്രെങ്ത്തിനൊന്നും ഒരു കുഴപ്പവും വരില്ല.
നമ്മൾ ബുദ്ധയൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധയൊക്കെ 10 വർഷം ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാലൊന്നും പറ്റൂല, പെയിന്റിന് ഗ്യാരണ്ടി ഇല്ല. അല്ലാതെ തന്നെ അതായത് സ്ട്രെങ്ത് അത്രയ്ക്ക് നമുക്ക് കോൺഫിഡൻ്റ് ആണ്. ഒരു ബിൽഡിങ്ങിനെ കാട്ടിയൊക്കെ ഏറ്റവും സ്ട്രെങ്ത്, അതായത് ജനറേഷൻസോളം ഇരിക്കണം എന്നുള്ളൊരു പ്ലാനോട് ചിന്തയോട് കൂടി ആണ് നമ്മളിത് കൊടുക്കുന്നത്. നമ്മുടെ ഗാർഡനിലേക്കുള്ള പോയിന്റ് സ്റ്റോൺ ഉണ്ടല്ലോ, നോർമലി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ വീടുകളിലും ഉണ്ട്. അത് മനോഹരമായിട്ട് അദ്ദേഹം കൈ കൊണ്ട് ഈ പറഞ്ഞ പോലെ സിമെന്റിൽ ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ, പല വലിപ്പത്തിലും. സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഇതുണ്ട്, പിന്നെ അതുകൊണ്ട് അവിടെ ഈ താമര ലീഫിന്റെ അണക്കുള്ളത്, അങ്ങനത്തെ. അതായത് ഇപ്പം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമ്മൾ ആലോചിക്കുന്നത് ആഗ്രഹിക്കുന്നതാണ് വെറൈറ്റി. അതായത് ഇപ്പം ഞാൻ ഇന്ന് രാത്രി കിടക്കണമെങ്കിൽ നാളെ എന്ത് പുതിയത് ചെയ്യണം. എല്ലാ റിപ്പീറ്റേഷൻ പാടില്ലല്ലോ, എന്തെങ്കിലും സംതിങ് ക്രിയേറ്റീവ് ആയിട്ട് പുതിയതായിട്ട് തന്നെ വേണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതും. ഇന്റർനെറ്റ് ഇപ്പം നമ്മളെ ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മളെ ജനറേഷൻസിന് ഇന്റർനെറ്റ് കിട്ടി, അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കൂടുതൽ. പിന്നെ കുറേയൊക്കെ ട്രാവൽ ചെയ്തു അങ്ങനെ പിന്നെ അറിവുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് പറഞ്ഞു തരാൻ ആഗ്രഹമുള്ളവരുമായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് എല്ലാം ഇതെല്ലാം ഗീവ് ആൻഡ് ടേക്ക് പോളിസി. ഇപ്പം നമ്മളിന്ന് ചെയ്യുന്നത് നമ്മൾ ഇപ്പം പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഉണ്ണിച്ചേട്ടനാണെങ്കിലും വളരെ എക്സ്പീരിയൻസ് ആണ്, 10-25 വർഷത്തിന് മേളിലായിട്ടുള്ള അവർ. അപ്പോൾ അവരുടെയൊക്കെ ഗൈഡൻസ് വരും. അങ്ങനെ പല ഇതിലാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ടീം വർക്ക് എന്ന് പറയുന്നതിനെ വെല്ലാൻ വേറൊന്നുമില്ല. ടീം വർക്ക് സങ്കടം എന്താ അറിയോ, ഇദ്ദേഹത്തിന്റെ മറ്റു തൊഴിലുകളൊക്കെ തന്നെയും മാറ്റിയിട്ട് അസാധ്യമായിട്ടുള്ളൊരു കല എന്ന വൈഭവത്തെ അദ്ദേഹം ആവിഷ്കരിക്കുമ്പോൾ, ഒരു വർക്ക്ഷോപ്പ് ഒക്കെ ഇട്ട് ഒരു സ്റ്റുഡിയോ ഒക്കെ ഇട്ട് അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വർക്ക് കുറവ് എന്നത് പലരും അറിയാതെ പോയതിന്റെ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരു കലാകാരനെ കിട്ടാൻ കാത്തിരുന്നവർ. സ്വന്തം വീട്ടിൽ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ അത് ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങൾ കണ്ടല്ലോ, ഡീറ്റെയിൽ ആണ്. ഓരോന്നും അതിഗംഭീര ഡീറ്റെയിലിങ്ങിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ സൃഷ്ടികളൊക്കെയും വരുന്നത്. വർക്കിന് വിളിക്കണം, അതിനുള്ള നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഇന്ത്യൻ നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മനുഷ്യൻ അതിനെ വിട്ടിട്ട് നേരെ ഈ പറഞ്ഞ പോലെ സ്വന്തം കലയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ, ഇദ്ദേഹം ഇതിനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇദ്ദേഹത്തിന്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംസാരിക്കും ശില്പങ്ങളുമായിട്ട്. അത് അവിടെ നിന്നാണ് നമ്മൾ നെക്സ്റ്റിലോട്ട് പോകുന്നത്. ഒരു ബന്ധങ്ങളുണ്ടാവും. ഈ ശില്പങ്ങൾ ഇപ്പോൾ ഇത് നമ്മളിവിടെ നിന്ന് സെൽ ഔട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലാൻ നേരത്താണെങ്കിൽ തന്നെ ഇവർ കറക്റ്റായിട്ട് ആ കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ബേസിക്കലി ഒറ്റയ്ക്ക് ആണ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നമ്മളെ അറിയാവൂ. അപ്പൊ നമുക്കത് ആരെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഉള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് ലൈഫിൽ, ഡീപ്പായിട്ടുള്ള. അതൊക്കെ ഇവരുമായിട്ടൊക്കെയാണ് അങ്ങ് പോണത്. വെറും വെറുതെയുള്ള നിങ്ങളുടെ മതിലിലെ അതിനെപ്പോലും ഭംഗിയാക്കാൻ, ജീവനുറ്റ പ്രതിമകൾ സൃഷ്ടിക്കാൻ ഈ പറഞ്ഞ മതിലിൽ ഇദ്ദേഹത്തിനാകും എന്നുള്ളതാണ്. കോൺടാക്ട് ചെയ്താൽ മതി. അല്ല, ഇദ്ദേഹത്തിനെ പരിചയപ്പെടാൻ വന്നിട്ട് ഞാനൊന്നും മേടിച്ചില്ലെങ്കിൽ മോശമാണല്ലോ, ഞാനും മേടിച്ചു. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത് എത്ര രൂപ വിലയാണെന്നുള്ളതാണല്ലോ. പ്രിയപ്പെട്ടവരെ, ബുദ്ധ ഭഗവാന്റെ ആ ഏറ്റവും മനോഹരമായ ശില്പത്തിൻ്റെ ചെറുത് 600 രൂപയിൽ തുടങ്ങും. 600 മുതൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച്, ഇതിപ്പോൾ ഈ കസ്റ്റമൈസ്ഡ് ആണല്ലോ, അദ്ദേഹത്തിനോട് പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യിക്കുന്നതാണല്ലോ. വളരെ ഫിനിഷിങ്ങിലാണത് കിട്ടുക. 3 ലക്ഷം രൂപ വരെയുള്ള ഗംഭീര സാധനങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സാധാരണ നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന തുകയ്ക്കും നമുക്ക് ഈ പറഞ്ഞതെല്ലാം കിട്ടും. പ്ലാന്റർ ബോക്സും ഒക്കെ ഈ പറഞ്ഞ പോലെ ഇവർ ചെയ്യുന്നതെല്ലാം നമ്മൾ ഈ പറഞ്ഞ സാധാരണ കാണുന്നൊരു സാധനമല്ല. ഭയങ്കര ഫിനിഷുള്ള, കുറച്ചുകൂടി ഇത് ആര് ചെയ്തു, എവിടെ ചെയ്തു എന്ന് ചോദിക്കുന്ന ടൈപ്പ് സാധനങ്ങളാണ്. ഞാൻ വീട്ടിലേക്ക് ഒരു ബുദ്ധൻ മേടിച്ചു കേട്ടോ. അതും ഈ പ്ലാന്റേഴ്സ് ഒക്കെ കൂടി നിങ്ങൾ കരുതുന്ന പോലെ ഒരു വലിയ തുകയൊന്നും ആയില്ല. എനിക്ക് നിങ്ങൾക്കൊക്കെ താങ്ങുന്ന, നമ്മൾ ഇതിനോട് ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ താങ്ങുന്ന ഒരു കുഞ്ഞു തുകയായിരുന്നു. പക്ഷേ ഈ പൈസ എന്ന് പറയുന്നതല്ല, അതിലോട്ട് നമ്മൾ ഡീപ്പായിട്ട് പോകരുത്. കാരണം ഇത് കസ്റ്റമൈസ് ചെയ്ത് വരികയാണെങ്കിൽ ഇതിനെല്ലാം മാറും. കാരണം നമ്മളിത് ക്രിയേറ്റീവാണ്. ക്രിയേറ്റീവ് ജോബിന് നമുക്ക് പൈസ പറഞ്ഞിപ്പോൾ ഒരു ബിൽഡിംഗ് വെക്കാൻ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അങ്ങനെയൊന്നും പറഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പം ക്രിയേറ്റീവ് ജോബ് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വന്നാലും നമുക്കിത് നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്ത് അവരുടെ മനസ്സറിഞ്ഞ് ഒരു കൺസൾട്ട് ചെയ്ത് ഇങ്ങനെ അവരുടെ എല്ലാം ആഡ് ഓൺ ചെയ്തൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ബുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അടി പൊക്കമുള്ളതും 2 അടി പൊക്കമുള്ളതൊക്കെ 500 രൂപയ്ക്ക് 600 രൂപയ്ക്കും വരെ കിട്ടും. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ കിട്ടും, റോഡ് സൈഡിൽ കിട്ടും, നോർമൽ സംഭവം. പക്ഷേ അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫേസിൻ്റെ ഗ്രേസ് ആണ്. പിന്നെ ഓരോ നഖം വരയ്ക്കും നമ്മളത് കാർവ് ചെയ്തെടുത്ത് ഫിനിഷ് ചെയ്തെടുത്ത്. അപ്പോൾ അതിന് നാച്ചുറൽ ലേബർ ആവും. പിന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് 3 കോട്ട് മേളിൽ പെയിൻറ്റ് ചെയ്യും. പിന്നെ സീലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. സീലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള സീലർ, അതൊക്കെ അത് പിന്നെ 1 ലിറ്ററിന് 2300 രൂപ അടുപ്പിച്ച് വിലയുള്ള സാധനമാണ്. അതും നമ്മൾ 2 കോട്ട് അപ്ലൈ ചെയ്യും. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞ് അങ്ങനെ അങ്ങ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ കാസ്റ്റ് ചെയ്തെടുത്ത് അതിൻ്റെ ഇനിഷ്യൽ കാർവിങ് കഴിഞ്ഞിട്ട് പിന്നെ ക്യൂറിങ് പ്രൊസീജിയർ, അത് തന്നെ ഒരു 10 ദിവസം വാട്ടർ ക്യൂറിങ് ഉണ്ട്. പിന്നെ ആ വാട്ടർ ക്യൂറിങ് എല്ലാം ഇറങ്ങിപ്പോകാനായിട്ട് തന്നെ ഒരു ഏകദേശം പിന്നെ ഒരു 10 ദിവസം അടുപ്പിച്ചെടുക്കും, നല്ല സണ്ണാണെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഇറങ്ങി റിലീസായി വരാൻ ഏകദേശം 1 മന്ത് പറയുന്ന കാര്യം അതാണ്. പിന്നെ അങ്ങനെ ഓരോ ഇത് വരും. അപ്പം നമ്മളൊരു ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഗ്രാസ് വെച്ച് വിടുന്ന ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞവരെടുക്കും. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മളവിടെ ചെന്ന് സൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ റോക്ക് വെക്കണമെങ്കിൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ പിന്നെ വാട്ടർ ഫൗണ്ടൈൻ ആണെങ്കിലും, പിന്നെ നേരത്തെ മാഷ് പറഞ്ഞ കണക്കുള്ള ഈ
റിലീഫ് വർക്ക് പല രീതിയിൽ ചെയ്യാം. ബേസിക് ആയിട്ടുള്ളതാണ് നമ്മൾ ആ മതിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ അങ്ങനെയല്ല, സിമെൻറ്റിൽ തന്നെയാണ് പുരാതന രീതിയിലുള്ള സിമെൻറ്റിൽ കളർ ഓക്സൈഡ്സ് മിക്സ് ചെയ്ത്, അപ്പോൾ അതൊന്നും ഒരിക്കലും കളർ ഫെയ്ഡ് ആവില്ല. അത് പഴകും തോറും അതിൻ്റെ ഭംഗി കൂടും. പണ്ടത്തെ പെയിൻറ്റിംഗ് ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ആ രീതിയിൽ. അപ്പോൾ നമ്മൾ ഈ സിമെൻറ്റ്, ഇപ്പോൾ നമ്മൾ പോട്ടിൻ്റെ സ്കൾപ്ചറിൻ്റെ മിക്സ് എന്ന് വെച്ചാൽ സിമെൻറ്റ് ഉണ്ടാവും, പഞ്ചസാര ഉണ്ടാവും, ശർക്കര ഉണ്ടാവും, കരിപ്പെട്ടി ഉണ്ടാവും, ഇപ്പോഴത്തെ അഡസീവ്സ് ഉണ്ടാവും, ലൈം ഉണ്ടാവും, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ബോണ്ടിങ് ആണ്. അപ്പോൾ അതൊക്കെ വരാൻ നേരത്ത് നാച്ചുറലി പിന്നെ നമ്മൾ ഈ കോസ്റ്റ് അതിൻ്റെതായ തുകയാവും എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഭയങ്കര റേറ്റ് അല്ല. നമുക്ക് ജീവിക്കാനുള്ളത് നോർമലായിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. അത് നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള കാശ് നമ്മൾ മേടിക്കുന്നുള്ളൂ. അതാണ് ഞാനും പറഞ്ഞത്. അതായത് കലയാണ് മുഖ്യം ബിഗിലെ, പൈസ രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ അദ്ദേഹം അത് ചെയ്തു തരും. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ളത് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് രണ്ടും കൂടെ മിക്സായ ഒരു രൂപത്തിലേക്ക് നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഗാർഡൻ മനോഹരമാക്കാൻ ആകും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ശില്പങ്ങൾ നിർമ്മിക്കാൻ, നിങ്ങളുടെ ഗാർഡൻ ലാൻഡ്സ്കേപ്പിങ്ങിന് തുടങ്ങി എന്ത് കലാപരമായി വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി.